വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് കിഴക്കൻ മേഖലയിലെ ജനങ്ങളെ രക്ഷിക്കാൻ നടപടി ആവശ്യപ്പെട്ട് RSP തെന്മല ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വന്യമൃഗങ്ങളുടെ തുടർച്ചയായ ആക്രമണങ്ങളിൽ നിന്ന് വളർത്തുമൃഗങ്ങളെയും ജനങ്ങളെയും സംരക്ഷിക്കുക, വനാതിർത്തിയിൽ സൌരോർജ്ജ വേലി സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ധർണ RSP സംസ്ഥാന കമ്മിറ്റി അംഗം M. നാസർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. വനംവകുപ്പ് ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും കൃഷിക്കും സംരക്ഷണം നൽകണമെന്നും വിദഗ്ധരായ വനപാലകരെ കൊണ്ടുവന്ന പുലിയെ ഉടൻ പിടികൂടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വന്യമൃഗങ്ങളിൽ പരാക്രമികളായ പുലിയെ പോലുള്ള മൃഗങ്ങൾ നമ്മുടെ നാട്ടിന്റെ പരിസരത്ത് സഞ്ചരിക്കുവാനും ജനങ്ങളിൽ വലിയ ഭീതി ഉളവാക്കാനുള്ള സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ആനയുടെ വരവാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം തെന്മലയുമായി ബന്ധപ്പെട്ട് 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ആന വന്നു നിൽക്കുന്നു. അതുപോലെ മറ്റ് ഈ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കൃഷി വിഭവങ്ങൾ നശിക്കുന്ന പന്നി, കുരങ്ങ് എന്നിവയുടെ ഉപദ്രവം കാരണം മനുഷ്യജീവിതം ഇവിടെ ദുസ്സഹമായിരിക്കുന്നു. ഈ വന്യമൃഗങ്ങളിൽ ഉപദ്രവകാരികളായ പുലിയും ആനയും പോലുള്ളവരുടെ ശല്യം മനുഷ്യജീവനെ അപഹരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്ന ഒരവസ്ഥയാണ് ഓരോ ദിവസം കഴിയുന്നതോടെ രൂപപ്പെട്ടു വരുന്നത്. ഇതിന് വനപാലകർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ജനങ്ങളിടയിലുണ്ട്. എന്നാൽ വനപാലകർ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വത്തിൽ മാറി നിൽക്കുന്നു. സൗരോർജ്ജ വേലികൾ നിർമ്മിച്ചാൽ, കിടങ്ങുകൾ നിർമ്മിച്ചാൽ, പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് പുലിക്കൂട് നിർമ്മിച്ചാൽ അതിനകത്തെല്ലാം പുലിയെ പിടിക്കുന്നതിനും വന്യമൃഗങ്ങൾ ഭൂമിയിലേക്ക് മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യത്വപരമായ നിയമപരമായ സമീപനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ നമ്മുടെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടില്ലായി നടിക്കുകയാണ്. സമരത്തിന് RSP തെന്മല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. വിഷയം ചർച്ച ചെയ്യാമെന്ന് DFO അറിയിച്ചതിനെ തുടർന്ന് സമരക്കാർ പിരിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തെന്മല.